ഹലോ! കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. പുതിയൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട്. അപ്പോൾ കുറേ ആയിട്ട് എനിക്ക് വീഡിയോ ഇടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. ഫുള്ളൊരു നെഗറ്റീവ് ഫീലായിരുന്നേ. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഹായ് ഗൈസ് പറ. ഹായ് ഗൈസ്. ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മയും ത്രിജു കൂടെ? പൊരിച്ചോറ്. അടിപൊളി. പൊതിച്ചോറിൽ എന്തൊക്കെയാ വേണ്ടേ? ചുറ്റിക്കറി വേണം. അങ്ങനെ ഞാനും ത്രിജൂട്ടനും ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഇന്ന് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഫുഡ് ഉണ്ടാക്കാണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഞാനും ത്രിജുവും 5 മിനിറ്റ് കൂടുമ്പോൾ വഴക്കാണ് കേട്ടോ. അവൻ ആദ്യം തന്നെ എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നത് കുഞ്ഞിച്ചക്ക വേണമെന്ന് പറഞ്ഞിട്ടാണ്. ഇത്രയും വലുതായ ചക്ക ഞാൻ എങ്ങനെ കുഞ്ഞിതാക്കാനാ? അടുത്ത വഴക്ക് ഞാൻ ചീര കൂടുതൽ പറിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങൾ ചീരയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ പച്ചക്കറിയിലാണെങ്കിൽ ഇപ്പം ഏകദേശം എല്ലാം തീർന്നു. വിഷുവിൻ്റെ സമയത്തൊക്കെ വെള്ളരിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളരി, പടവലങ്ങ ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ത്രിജു ആണെങ്കിൽ എൻ്റെ പുറകെ കിടന്ന് എല്ലാ പണിയും ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നതിന് മുന്നേ രാവിലെ ഫുഡൊക്കെ ആക്കാറുണ്ടായിരുന്നേ. പക്ഷേ ചൂടോടെ കഴിക്കേണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടൈമിൽ ഇങ്ങനെ സാവധാനം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പം നമുക്ക് വീഡിയോയിൽ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോവാം കേട്ടോ. എനിക്കാണെങ്കിൽ ഈ ഇടയ്ക്കായിട്ട് വീഡിയോ ഇടാൻ ഭയങ്കര മടിയായിരുന്നേ. പണ്ടൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോഴേ ഓരോ കാര്യത്തിലൊക്കെ ആക്റ്റീവായി നമ്മൾ വീഡിയോ ഇടുമ്പം വീഡിയോ എടുക്കുന്നവർക്കറിയാം അതിന് വേണ്ടി ഒരുപാട് സമയം ചിലവഴിച്ച് നമ്മളൊരു പണി ഒരു 10 മിനിറ്റും കൂടി ചെയ്യുമ്പം വീഡിയോ എടുക്കുമ്പോൾ അത് അരമണിക്കൂറും കൊണ്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് തീർക്കുന്നത്. അങ്ങനെ ദിവസം ഫുള്ള് ബിസിയായി. പിന്നെ നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം അത് എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു. നമുക്ക് വ്യൂവേഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടിയിട്ടോ ഒന്നുമല്ല. പക്ഷേ ഇതെൻ്റെ ഒരു ജോലി പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാനിത് അങ്ങനെ ചെയ്യുമായിരുന്നു കേട്ടോ. ഡെയിലി ചെയ്യുമായിരുന്നേ. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് എല്ലാത്തിനും ഒരു മടി പിടിച്ചു പോയേ. അങ്ങനെ മടി പിടിച്ചതിൻ്റെ പീക്ക് ലെവലിൽ എത്തി കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാൻ ഈ കഴിക്കുന്നതേ കുറുക്കൻ മാങ്ങയാണേ. അപ്പോൾ അമ്മ രാവിലെ പോകുന്നതിന് മുന്നേ പെറുക്കി തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പേരുള്ള മാങ്ങ ഉണ്ടോയെന്ന് പറയണം കേട്ടോ. നല്ല മധുരമൊക്കെയാണ്, പുളിയൊന്നുമില്ല. അപ്പോൾ ത്രിജുവിന് ഞാനിത് ചെത്തിക്കൊടുത്ത് അവനെ അവിടെ സൈഡാക്കി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള പണികൾ ഓരോന്നായിട്ട് ചെയ്യണം. പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഉപ്പേരി വെക്കണം. പിന്നെ നമുക്ക് സാധാരണ ചോറ്, കറികൾ എല്ലാം വെക്കണം കേട്ടോ. പിന്നെ ഞാൻ മടീൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുമെങ്കിലും എനിക്ക് ഫുൾ ടൈം ആക്റ്റീവായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വല്ലാണ്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തകളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അച്ഛൻ മരിച്ച സമയത്താണെങ്കിലും എനിക്ക് ഭയങ്കര ഞാൻ വെറുതെ ഇരിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും ഒന്ന് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ടും ആ ഒരു ചിന്തകൾ ഇങ്ങനെ കയറി വരുമായിരുന്നു. അങ്ങനെ ഞാൻ വർക്കൊക്കെ ഉള്ള സമയത്താണെങ്കിൽ എനിക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ വർക്കുള്ളത് കൊണ്ട് അങ്ങനെ അതിൻ്റെ തിരക്കിൽ അങ്ങ് പോയി. അപ്പോൾ വീഡിയോ എടുക്കാനും മടിയായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ വർക്കൊക്കെ ഏകദേശം കഴിയാനായി. അപ്പോൾ വർക്കൊക്കെ ഒതുങ്ങി ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുക്കാതിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ടൈം ഇപ്പോൾ പണികളൊക്കെ കഴിഞ്ഞാലും ഒരുപാട് ടൈം ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുക ഞാൻ വെറുതെ ഇരിക്കുകയാണോ, ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളിലെ അതായത് വീട്ടിലിരിക്കുന്ന അമ്മമാരാണെങ്കിലും നമുക്ക് വേണ്ടി കുറച്ച് ടൈമെങ്കിലും സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ അത് റിഗ്രറ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് പുറത്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ പുറത്ത് പോവുക. പിന്നെ നമുക്ക് മാക്സിമം പഠിക്കാനോ ജോലിക്കോ ഒക്കെ പോകാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യുക. ഇനിയിപ്പോൾ പുറത്ത് പോകാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ കോഴ്സോ ജോബോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം കേട്ടോ. നമ്മൾ കുട്ടികൾ വളരുന്നതിനൊപ്പം തന്നെ നമ്മളും വളരണം. നമ്മൾ അവരെ നോക്കി മാത്രം ഒതുങ്ങിക്കൂടി പോകരുത്. അപ്പോൾ വിശേഷം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ല പച്ച മാങ്ങ പഞ്ചസാരയൊക്കെ ഇട്ട് തണുത്ത വെള്ളത്തിൽ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടിനതൊക്കെ ഒരു ആശ്വാസമാണല്ലോ. അപ്പോൾ അങ്ങനെ കുടിക്കാത്തവരൊന്ന് കുടിച്ചോക്കെ, നല്ല ടേസ്റ്റാണ്. പിന്നെ പാല് ചേർത്തും അടിക്കാം, പക്ഷെ അതെനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് ചക്കക്കുരു എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചക്കക്കുരു മാങ്ങയാണ് വെക്കുന്നത്. എനിക്കങ്ങനെ ഈ ചക്കക്കുരു കറി എപ്പം കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാവർക്കും, നമ്മളെ ഭാഗത്ത് തന്നെ എല്ലാവർക്കും ചക്കയായി കഴിഞ്ഞാൽ ചക്കക്കുരു ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നും ചക്കക്കുരു കറി കിട്ടിയാലും
ചക്കക്കുരുവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്കക്കുരു മാങ്ങയും ചക്കക്കുരു മുരിങ്ങച്ചപ്പും അരി ഇട്ടിട്ടുണ്ടായിരുന്നേ. അരി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരുവിധമൊക്കെ അധികം അടുപ്പ് തന്നെയാണ് ഉപയോഗിക്കുക. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഗ്യാസിൽ ഉപയോഗിക്കാറ്. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും വേഗം എല്ലാം ക്ലീനാക്കി വെക്കുന്നുണ്ട്. എനിക്ക് എന്ത് ചെയ്യുമ്പോഴും അപ്പം തന്നെ ക്ലീൻ ആക്കണം. ഇപ്പം നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ആ പാത്രം അപ്പം തന്നെ ഒഴിച്ച് കഴുകിയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. ഇപ്പം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, എനിക്ക് വേഗം തന്നെ ഒഴിച്ച് കഴുകണം. പിന്നെ നമ്മൾ ഏത് പണിക്ക് പോയി കഴിഞ്ഞാലും അതോർത്തുള്ള ടെൻഷനായിരിക്കും. പിന്നെ അടുക്കളയായാലും എപ്പോഴും നമ്മളെ ഒരു ഉള്ള സൗകര്യത്തിൽ വെച്ച് നീറ്റാക്കി വെച്ചിട്ട് കുക്ക് ചെയ്യാനാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും തോന്നും. ഇപ്പം എന്ത് പണിയാണെങ്കിലും നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാൻ നിൽക്കാണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത് നമുക്കൊരു വലിയ പണിയായിട്ട് തോന്നില്ല കേട്ടോ. എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. അപ്പം ക്ലീൻ ആക്കിയില്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ നേരത്തെ ചക്കയും പിന്നെ ഞണ്ടും ഒക്കെ കേട്ടോ കാണിച്ചത്. അപ്പോൾ ചക്കയാണെങ്കിൽ ഇവിടെ 2 നേരവും ചക്ക ഉണ്ടാവും. അമ്മയൊക്കെ തൊഴിലുറപ്പിന് പോകുമ്പോൾ രാത്രി അരിഞ്ഞിട്ടിട്ട് രാവിലെ പുഴുങ്ങിയിട്ട് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചക്ക ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കുകയും ചെയ്യും. ഞാനപ്പോൾ ഡെയിലി ഒന്നും കഴിക്കാറില്ല, ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഈ പുതപ്പാണെങ്കിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു കാലാവസ്ഥ വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ എടുത്ത് ആറിയിടുകയാണ്. എനിക്ക് എത്ര ചൂടാണെങ്കിലും ഈ ഒരു പുതപ്പില്ലാണ്ട് പറ്റൂല കേട്ടോ. ഞാനൊരു പുതപ്പ് ലവറാണ്. അപ്പോൾ എന്നെപ്പോലെ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇടയിൽ കാണിച്ചത് ഞങ്ങളതായ ചെറിയൊരു അടുക്കളത്തോട്ടാണ്. അപ്പോൾ അതിലാണെങ്കിൽ ഷമാമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഉണ്ടാവുന്നൊന്നുമില്ല. ഷമാമ ഇവിടെ ഷേക്ക് അടിക്കാൻ വാങ്ങുമ്പോൾ ഞങ്ങളവിടെ ഇട്ട് കൊടുക്കുന്നതാണ്. നല്ല ഉഷാറായിട്ട് വളരും. പക്ഷേ എങ്കിൽ അത് ഉണ്ടായി വരുന്നില്ല കേട്ടോ. പിന്നെ അച്ഛൻ്റെ പച്ചക്കറി എന്ന് കൊണ്ടുവരുന്ന വെള്ളരിക്ക, മത്തങ്ങ, പാവയ്ക്ക അതിൻ്റെ എല്ലാം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വിത്തൊക്കെ ഇവിടെ ഇട്ട് കൊടുക്കുന്നതാണ്. ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. മെയിൻ പരിപാടി ചീരയൊക്കെ ഒന്ന് നന്നാക്കി ഉപ്പേരി വെക്കണം, പിന്നെ ചമ്മന്തി പൊരിക്കണം, മീൻ പൊരിക്കണം, മുട്ട പൊരിക്കണം, പിന്നെ നമുക്ക് പൊതിച്ചോറ് കെട്ടണം. സാധാരണ ഈ പണികളൊക്കെ ടപ്പേന്ന് പറഞ്ഞ് തീരുന്നതാണ്. പിന്നെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ വന്നിട്ട് സാവധാനത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. അപ്പം ഞാനും ത്രിജൂട്ടനും കൂടെയാണ് ചീര അരിയുന്നത്. അവനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ അടിയാവുന്ന മാത്രം. അപ്പോൾ ചീര എനിക്ക് ഓരോന്നോരോന്ന് ഇങ്ങനെ നുള്ളിത്തരികയാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിലേ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കുരുത്തക്കേട് ചെയ്യുമ്പോൾ എല്ലാത്തിനൊന്നും ഞാൻ ചീത്ത പറയാറില്ലേ. കാരണം കുറേയൊക്കെ അവർ കുരുത്തക്കേടൊക്കെ കളിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും വളരേണ്ടതും ഓരോ കാര്യങ്ങൾ പഠിക്കേണ്ടതും ഒക്കെ. എന്ന് കരുതി നമ്മൾ ഒരു സാധനം നശിപ്പിച്ചിട്ട് ഉള്ള കുരുത്തക്കേടല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അറിയാണ്ട് ചെയ്യുന്ന ഓരോരോ ചെറിയ കുരുത്തക്കേട്, അതൊന്നും ഞാൻ ചീത്ത പറയാറില്ല. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. എന്ത് കാര്യമാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ നിന്നിട്ട് അവനും പഠിക്കട്ടെ, അവനും ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ അവനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു രസം വേറെ തന്നെയാണ്. നമ്മളെ കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരാളുണ്ടാകുമ്പം നല്ല രസം തന്നെയാണ്. അപ്പോൾ ചീരയൊക്കെ റെഡിയാക്കി അരിഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചീരേനെ ഞങ്ങൾ മധുര ചീര, മൈസൂർ ചീര, വേലിച്ചീര, ഇംഗ്ലീഷ് ചീര അങ്ങനെയൊക്കെ കേട്ടോ പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ചീരയിലേക്ക് ഞാൻ അരപ്പ് റെഡിയാക്കിയത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ തന്നെ പച്ചമുളക്, ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ടാണ്. അപ്പോൾ മിക്സ് ആക്കുമ്പോൾ ത്രിജൂട്ടിന് മിക്സ് ആക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ പിന്നെ അവനെ കൊണ്ട് നന്നായിട്ട് കൈയൊക്കെ കഴിപ്പിച്ചിട്ട് അവൻ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അവിടെ അവനായിരുന്ന് ഇരുത്തും. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് എണീറ്റ്. ചീര മിക്സ് ആക്കിയതിന് ശേഷം അവൻ പറഞ്ഞു മുട്ട എനിക്ക് തന്നെ സെറ്റാക്കണമെന്ന്. അങ്ങനെ പിന്നെ മുട്ട അവൻ തന്നെ ഇളക്കിക്കോട്ടെ വിചാരിച്ചു. അങ്ങനെ അതും അവനെ കൊണ്ട് തന്നെ ഇളക്കിപ്പിച്ചു കേട്ടോ. അങ്ങനെ അതും ചെയ്തതിന് ശേഷം ഞാൻ നേരെ മീൻ അടുപ്പത്തേക്ക് വെക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ആയിട്ടോ. അപ്പോൾ നമുക്കിനി മീനും ചമ്മന്തിയും കൂടി ആവാനുള്ളൂ. ത്രിജൂട്ടിനാണെങ്കിലേ ഉപ്പേരി നന്നായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ് കേട്ടോ. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് വേഗം മീനൊക്കെ ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും പണി ഉണ്ടായിരുന്നില്ല കേട്ടോ. മത്തിയായിരുന്നേ. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ്. എനിക്ക് മീൻ അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ പൊരിച്ചവരായതുകൊണ്ട് മീൻ വെക്കുകയാണ്. ഞാൻ സാധാരണ ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് കാണാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം അങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടാൽ മതി കേട്ടോ, ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും റെസിപ്പീസും ഓരോ ശീലങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ കാണാനും പഠിക്കാനൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോസ് അല്ല കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ വീഡിയോസ് അങ്ങനെയാണേ പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇപ്പം ആര് കാണാൻ, ആകെ കുറച്ച് വ്യൂസേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാനാണെങ്കിൽ വേഗം അരിയൊക്കെ വാർക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. നമുക്ക് അടുപ്പാകുമ്പോഴേ വേഗം വേഗം കുക്കിങ്ങിൻ്റെ പണി തീർന്ന് കിട്ടും. നല്ല തീ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ അടുപ്പിൻ്റെ ആ ഒരു തീ ഒക്കെ ഇടുന്നതിന് മുന്നേ തന്നെ നമ്മളെല്ലാം സെറ്റാക്കി എടുക്കുകയും ചെയ്യുമല്ലോ.
പിന്നെ ഇവിടെ വിറക് എല്ലാ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയും ആദ്യം സെറ്റാക്കി വെച്ചതുകൊണ്ട് തന്നെ വിറകിനും ഈ ഒരു വർഷത്തേക്ക് വിറകിനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നല്ല കത്തുന്ന വിറക് തന്നെയാണ് കേട്ടോ. പിന്നെ മടൽ ഓലക്കണി വിറക് ഇതെല്ലാം കൊണ്ട് നമ്മൾ കത്തിക്കുന്നത്. അപ്പം ഞാൻ അരി വാർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഞ്ഞിറ്റിയാണ് കേട്ടോ. അതായത് കഞ്ഞിറ്റി എന്നാണ് പറയുക, കഞ്ഞിക്കലത്തിന്. എൻ്റെ വീട്ടിലൊക്കെ സ്റ്റീലിൻ്റെ കഞ്ഞിക്കലാണ്, ഇവിടെ ഓട്ടിൻ്റെയാണ്. പിന്നെ നമ്മൾ ഈ മൂടി, അതായത് അടിച്ചൂറ്റി എന്നാട്ടോ ഇവിടെ പറയുന്നത്. നമ്മളൊക്കെ സാധാ മൂടിയാണ് ഉപയോഗിക്കുക. പക്ഷേ ഇതിനെ കൊണ്ടാകുമ്പം അത്ര നമുക്ക് പേടിയില്ല. മറ്റേതാകുമ്പോൾ നമ്മളെ മേത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ വൃത്തിയായിട്ട് ആദ്യം ഒന്ന് തേച്ച് കഴുകിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചേ. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ അഴുക്കൊന്നുമല്ല കേട്ടോ. അത് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ്. അതിൻ്റെ ഒരു അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ട്, നമുക്ക് വീഡിയോയിൽ അങ്ങനെ കാണുന്നതാണ്. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ അരിയൊക്കെ ഒന്ന് വാർത്ത് സെറ്റാക്കി വെച്ചേ. എങ്കിൽ അമ്മയൊക്കെ ഈ വീട് വെക്കുന്നതിന് മുന്നേ തന്നെ ഷെഡൊക്കെ കെട്ടി താമസിച്ച സമയത്ത് തന്നെ അമ്മേൻ്റെ അച്ഛൻ കൊടുത്തൊരു കഞ്ഞിക്കലാണ് കേട്ടോ. ഓട്ടിൻ്റെ കഞ്ഞിക്കലം, വിളക്ക്, അതുപോലെ വേറെ എന്തൊക്കെയോ ഓട്ടിൻ്റെ. പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിൽ തന്നെ എൻ്റെ വീട്ടിലേയും കാട്ടിയും വ്യത്യാസമായിട്ട് എനിക്ക് മെയിനായിട്ട് തോന്നിയാണ് ഈ ഒരു കഞ്ഞിക്കലം. അതുപോലെ തന്നെ ചോറ് വെക്കുന്നത് ഇവിടെ കലത്തിലാണ് കേട്ടോ. അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. അപ്പം നമ്മളൊക്കെ ആണെങ്കിൽ അധികം അലുമിനിയം അതിലൊക്കെയാണ് വെക്കാറ്. ആദ്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ എല്ലാ വീടുകളിലും ഈ ഒരു കലത്തിലാണ് കേട്ടോ ചോറ് വെക്കുക. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഇതിൽ വാർക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം വാർത്ത് അതിൽ എക്സ്പേർട്ടായിട്ടോ, ബുദ്ധിമുട്ടൊന്നുമില്ല. വേഗം അടുപ്പൊക്കെ ഒഴിഞ്ഞപ്പം ഒരു ചെമ്പ് വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം വൈകുന്നേരം കുളിക്കണമെങ്കിൽ ഇപ്പം നല്ല തീ ഉണ്ടല്ലോ. അത് ഞാൻ ആ സമയം കൊണ്ട് വേഗം അതിനുശേഷം ചമ്മന്തി അരച്ചെടുത്തു. പിന്നെ എല്ലാം പൊതിച്ചോറ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇലയൊക്കെ വാട്ടിയിട്ട് പൊതിച്ചോറ് സെറ്റാക്കാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഉപ്പേരി, അതുപോലെ തന്നെ അച്ചാർ, നാരങ്ങച്ചാറാണ്. ഇവിടെ മാങ്ങച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്. അപ്പം എനിക്ക് നാരങ്ങ ഇഷ്ടമെന്ന് പറഞ്ഞപ്പം നാരങ്ങ വാങ്ങിയിട്ട് അച്ചാറിട്ട കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചമ്മന്തി, പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ഞണ്ടൊക്കെ ത്രിജുവിൻ്റെയും എൻ്റെയും ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ വെച്ച് ഒരു ചോറങ്ങ് സെറ്റാക്കി. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ പണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സെറ്റായി വരുമ്പോഴത്തേക്കും അതൊക്കെ ഒരുവിധം പണിയും ഒതുങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത് വേഗം അങ്ങ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചേ. നമ്മൾ കുറേ കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലായിരിക്കില്ലേ. സാധാരണ എൻ്റെ പണികളൊക്കെ വേഗം കഴിയും കേട്ടോ. പെട്ടെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ആലോചിച്ചിരിക്കും കേട്ടോ. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കും. കുറേ ത്രിജുവിൻ്റെ സ്പെൻഡ് ചെയ്യും. കുറേ ഇങ്ങനെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴേ, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വെറുതെ ഇരിക്കുമ്പം അതിന് റിഗ്രറ്റ് അടിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഇച്ചിരി നേരം വെറുതെ ഇരുന്നാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും അയ്യോ ഞാനിങ്ങനെ വെറുതെ സമയം കളയാണല്ലോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. നമ്മൾ ഈ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടും നല്ലതേ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ആക്റ്റീവ് ആയിരിക്കുന്നതാണ്. പിന്നെ യൂട്യൂബിൽ വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് വിചാരിക്കുന്നവരാണെങ്കിലേ എത്രയും പെട്ടെന്ന് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ തുടങ്ങിക്കോളൂ കേട്ടോ. കാരണം നമ്മളെ ആരും വന്ന് പുഷ് ചെയ്യാനുണ്ടാവില്ല, അത് നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഒറ്റയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുമ്പം നമുക്കത് പിന്നെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ മനസ്സിലായിക്കോളും എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ. ആരും ഹെൽപ്പില്ലാണ്ട് തന്നെ നമ്മളെല്ലാം ചെയ്യാൻ വേണ്ടി പഠിക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ ഒരു രസമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നു, നമ്മൾ എന്തോ ഒരു ജോലി ചെയ്യും പോലെയാണ് ഇതൊക്കെ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് കാലാവസ്ഥ മാറിയപ്പോൾ ഞാൻ വേഗം പുതപ്പെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. മഴ വരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർ ആ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ കുട്ടീൻ്റെ അടുത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു മടുപ്പ് തോന്നും കേട്ടോ. അപ്പം അത് മാത്രം ആസ്വദിച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവുമായിരിക്കും കേട്ടോ. എന്നാൽ ഞാൻ പൊതുവേ പറഞ്ഞതാണ്, നമ്മൾ നമ്മളെ കാര്യത്തിനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും ഒക്കെ നോക്കിയിട്ട് എല്ലാത്തിലും ഒരു പോസിറ്റീവ് എനർജി കണ്ടെത്തി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കണ്ടെത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്, ക്ലൈമറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം ഞാൻ അടിച്ചു വരികയാണ്. ഇത് പട്ടച്ചൂലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. ചളിയൊന്നുമല്ല കേട്ടോ. ഇവിടെ ഈ ചൂല് വെച്ച് തന്നെയാണ് അടിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി അടിച്ചൊക്കെ വാരിയത് തന്നെയാണ്. പിന്നെ നമ്മുടെ ത്രിജൂട്ടിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അവൻ്റെ ടോയ്സൊക്കെ ഞാൻ അവനെ കൊണ്ട് എടുത്ത് വെപ്പിക്കാറുണ്ട്. പിന്നെ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു. റൂമാണെങ്കിലും ഞാൻ രാവിലെ സെറ്റ് ചെയ്ത് പോയതാണ്. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ അവൻ കളിച്ചപ്പം ഇങ്ങനെ ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. പിന്നെ റൂമും നമ്മളെ സറൗണ്ടിങ്സൊക്കെ എപ്പോഴും നീറ്റായിട്ടിരിക്കുമ്പോൾ നമുക്കും ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ഇല്ലെങ്കിൽ നമ്മളെ ആ ഒരു എനർജി പോലെ തന്നെ ആയിരിക്കും കേട്ടോ നമുക്കും, ക്ലീനും നീറ്റൊന്നും അല്ലെങ്കിൽ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടിരിക്കുന്നത് കുറച്ചും കൂടെ നമുക്ക് നല്ലതായിരിക്കും. ശരിക്കും നമ്മൾ അമ്മമാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പോഴാണല്ലേ തിരിച്ചറിയുന്നത്. പണ്ടൊക്കെ നമ്മൾ അമ്മ അടിച്ചൊക്കെ വാരിയതിന് ശേഷം ഇങ്ങനെ ഓരോന്നാക്കുമ്പോഴൊക്കെ അമ്മ ചീത്ത പറയുമ്പം അതത്ര കാര്യമാക്കി എടുക്കാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യുമ്പം ഉള്ള ബുദ്ധിമുട്ടോ ഒന്നും നമുക്കന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല.
ഇപ്പോൾ നമ്മൾ തള്ളവൈബായതാണോ അല്ലെങ്കിൽ നമ്മളൊരമ്മയായതാണോ എന്നറിയില്ല, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവില്ലേ. പണ്ട് നമ്മുടെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ സ്വയം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയില്ലേ. എന്തൊക്കെ മാറ്റങ്ങളാണല്ലേ നമ്മളിൽ വരുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലത്തേക്കുള്ള അരി കുതിർത്തി വെച്ചാണ് കേട്ടോ അട ചുടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു പുഴുങ്ങലരി കുതിർത്തി അരച്ചിട്ടാണ് ചുടുക. അപ്പം നമുക്ക് വേഗം നമ്മുടെ ചോറ് കഴിച്ചാലോ. പൊതിച്ചോറ് തുറക്കുമ്പോഴുള്ള സ്മെല്ലിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ത്രിജു നന്നായിട്ട് കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചോറ് കഴിച്ച്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയോ വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അച്ചമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ചമ്മ ഇവിടെ അടുത്ത് തന്നെയാണ്, തറവാട് തൊട്ടടുത്താണ്. ഇവിടെ എല്ലാവരും തൊഴിലുറപ്പിന് പോകുന്നതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ അച്ചമ്മ ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അപ്പം ഞാൻ കോണ് പുഴുങ്ങാൻ വേണ്ടി വെച്ചു കേട്ടോ, ചോളം. അപ്പോൾ ഈ ചോളം പുഴുങ്ങിയ നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒന്നും ഇഷ്ടാവലുണ്ടാവില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അങ്ങനെ അതൊക്കെ ഞാൻ പുഴുങ്ങാൻ കുക്കറിലാണ് വെച്ച് ഉപ്പിട്ടിട്ട്, എന്നാൽ വേഗം വെന്ത് കിട്ടുന്ന അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെച്ചപ്പോഴത്തേക്കും അമ്മയും പിന്നെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ മഴയൊക്കെ വരുമ്പോൾ നല്ല രസമാണ്, കാരണം എല്ലാവരും ഉണ്ടാവും കേട്ടോ ഇടിയും മഴയൊക്കെ ഉണ്ടാകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു, ചായയും കോണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇത്രയും കാലം ഭയങ്കര ചൂടായിരുന്നു, എന്നാൽ മഴ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര മഴ കേട്ടോ. ഈ ഒരു മഴ വന്നാൽ തന്നെ രാത്രി കുറച്ചെങ്കിലും തണുപ്പുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ ഞങ്ങൾ. അല്ലെങ്കിൽ ചൂട് കാരണം കിടക്കാനേ ആവാറില്ലേ. മഴക്കാലമായാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നല്ല മഴയാണ് കേട്ടോ. അപ്പം മഴയൊന്ന് ഇതാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവരും. മഴയും തുറന്നിട്ട് വേണം എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ, അലക്കാനും കുളിക്കാനും ഒക്കെ. അപ്പം ത്രിജു ആണെങ്കിൽ മഴ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. തോണിയൊക്കെ ഉണ്ടാക്കി തരാൻ പറയുന്നുണ്ടായിരുന്നേ, അമ്മ തോണിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്നാൽ കുറച്ച് അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയെടുത്താലോ കല്ലിൽ നിന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ വേഗം മഴ കുറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അലക്കാൻ വേണ്ടിയിട്ട് പോയി. വാഷിംഗ് മെഷീനിൽ എല്ലാം ഒന്നും അലക്കാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ മടിയുള്ള ദിവസങ്ങളിൽ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ തിരക്കാണെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ. പിന്നെ നമുക്ക് നല്ല തുണിയൊക്കെ അല്ലാണ്ട് അലക്കുന്നതന്നെയാണ് നല്ലത്. പക്ഷേ വാഷിംഗ് മെഷീൻ ഉപകാരം തന്നെയാണ്. അപ്പം ഞാൻ അലക്കിയതിന് ശേഷം പിന്നെ വേഗം കുളിച്ചു കേട്ടോ. കുളിച്ച് വന്നപ്പോഴത്തേക്ക് ത്രിജൂട്ടൻ ഇതാ അവിടെ വെള്ളത്തിൽ കളിക്കുകയായിരുന്നേ. പിന്നെ നമുക്ക് വിളക്ക് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അമ്മ കുളിച്ചിട്ട് അമ്മ അങ്ങ് വിളക്ക് വെക്കും കേട്ടോ. ഞാനാണെങ്കിൽ വിളക്കൊക്കെ കഴുകി അവിടെ ഒന്ന് തുടയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ വിളക്കേ ഭസ്മം കൊണ്ട് തേക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. അപ്പം അമ്മ അവിടെ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്ന കാണാറുണ്ട്, നല്ല തിളക്കമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വേഗം തുടച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പം ഞാൻ രാത്രി വിചാരിച്ചു ഗോതമ്പിൻ്റെ പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കാമെന്ന്. ഇടയ്ക്കൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത് കഴിക്കാനൊരു ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മൾ ഗോതമ്പിൻ്റെ പുട്ട് ഉണ്ടാക്കുമ്പോഴേ നോർമലായിട്ട് ഉണ്ടാക്കാണ്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും ഓയിലും കൂടെ ഒഴിച്ചിട്ട് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിലേ നല്ല ഒരു ഇതിൽ കിട്ടും കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുമേ. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സ്മെല്ല് തന്നെയാണ് ഈ ഒരു ഗോതമ്പ് പുട്ടിൻ്റെ. അപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കറിയും കൂടെ സെറ്റാക്കി എടുത്തു കേട്ടോ. ചെറുപയർ കറിയാണ്, തേങ്ങ അരച്ചിട്ട് സിമ്പിളായിട്ട് വെച്ചാണ്. അപ്പോഴത്തേക്കും പിന്നെ അവിടെയാണെങ്കിൽ അമ്മ വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ 6:30 കഴിയും വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്. മഴക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയും മഴ പെയ്തുകൊണ്ടേ ഇരുന്നായിരുന്നേ. അപ്പം ഞാൻ വേഗം പിന്നെ മോനും ഫുഡ് കൊടുത്തു, ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാത്രി വരെയുള്ള വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് പിന്നെ എന്തോ ഒരു രാത്രി ഇത് കഴിച്ചിട്ടാന്ന് തോന്നുന്നു, പുട്ട് കഴിച്ചിട്ട് നെഞ്ഞരിച്ചിൽ പോലെ ആയിട്ടാന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുപോലും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാനങ്ങ് ഉറങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്